അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. ഷഅബാൻ മാസം, പവിത്രമേറിയ ഷഅബാൻ മാസം നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ റജബിലും ഷഅബാനിനും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റമളാനിലേക്ക് നമ്മൾ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. റമളാനിലെത്തി അമാലുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അമലിനെ പറ്റിയാണ്. ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയ, അതിൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളം ആളുകൾ രുചിച്ചറിഞ്ഞ ഒരു അമലാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ടെൻഷന് മാറാൻ. നമ്മളെ മാനസികമായ വിഭ്രാന്തികൾ, മാനസികമായ ടെൻഷനുകൾ, ധാരാളം കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവാറുണ്ട്. വലിയ പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ അമൽ. അതിനു മുമ്പ് നമ്മളൊരു അമൽ പറഞ്ഞിരുന്നു. ആ അമൽ സ്വീകരിച്ച് ധാരാളം ആളുകൾ വിളിച്ചിരുന്നു, തങ്ങളെ ഞാൻ അമൽ ചെയ്തതിന് ശേഷം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു, ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തങ്ങളെ വീഡിയോ കാണാൻ, ഈ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ കാണാൻ ഇടയായത്. ആ ദിക്ർ പതിവാക്കി തങ്ങളെ. അൽഹംദുലില്ലാ അൽഫ മറ. ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്, ഇപ്പോൾ ടെൻഷനൊന്നുമില്ല, റാഹത്ത്. മനസ്സിന് ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം ഇപ്പോൾ മനസ്സിനൊരു കുളിർമ വന്ന്, ഇപ്പോൾ മനസ്സിനൊരു റാഹത്ത് വന്ന് എന്ന് ധാരാളം ആളുകൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് വീഡിയോ ചെയ്ത് ധാരാളം ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, ആ അമല് സ്വീകരിച്ചിട്ട് ധാരാളം ആളുകൾക്ക് ജീവിത സങ്കടങ്ങൾ മാറ്റിയ ആളുകൾ, ദുരിതങ്ങൾ മാറ്റി നിർത്തിയ ആളുകൾ, ടെൻഷന്, വല്ലായ്മകൾ, പോരായ്മകൾ പരിഹരിച്ച ആളുകൾ. അല്ലാഹുവേ അവർക്കൊരു നിലക്കും ഇനി ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളോ ഇനി കൊടുക്കല തമ്പുരാനെ. മക്കളെ കാര്യം ആലോചിച്ച് ടെൻഷനാകുന്ന രക്ഷിതാക്കൾ, ഉമ്മമാർ, ഉപ്പമാർ എൻ്റെ അടുക്കലേക്ക് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് വന്ന ആളുകളുണ്ട്. മക്കളെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനായി പ്രയാസമായവർ. ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ച ഭാര്യമാർ, ടെൻഷനാകുന്ന ഭാര്യമാർ. ഭർത്താവ് നോക്കുന്നില്ല, ഭർത്താവ് വേറെ ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു രക്ഷ, ഞങ്ങൾ കുടുംബമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മരണം വരെ മക്കളൊത്ത്, ഭർത്താവിനൊത്ത്. എത്രയോ ഭർത്താക്കന്മാർ നല്ല സന്തോഷത്തോടു കൂടി ഭാര്യനെ നോക്കുന്ന സമയത്ത് തങ്ങളെ കരച്ചിലാണ്, കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു പോവുകയാണ്. എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെയായി പോയി എന്ന് ഞാൻ ആലോചിച്ച് കരയാത്ത ദിവസങ്ങളിലെ തങ്ങളെ ഇതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് എനിക്ക് നൽകണം, എനിക്കിതിൽ നിന്നൊക്കെ ഒരു രക്ഷ തങ്ങൾ പറഞ്ഞു തരണമെന്ന് വിളിച്ചു പറയുന്ന ആളുകൾ, മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, കൺസൾട്ടിങ്ങിന് വീട്ടിലേക്ക് വരുന്ന ആളുകൾ. അല്ലാഹുവേ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുത്ത്, ഭാര്യയൊത്ത്, കുടുംബമൊത്ത്, മക്കളൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള മനസ്സ് അവരുടെ ഭർത്താക്കന്മാർക്ക് അല്ലാഹ് നീ കൊടുക്കണേ. അല്ലാഹ് കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഭാര്യമാരുടെ കാര്യം ആലോചിച്ച് ഫിക്റായി ടെൻഷനാകുന്ന ഭർത്താക്കന്മാർ ഭാര്യയുടെ സ്വഭാവം ശരിയല്ല തങ്ങളെ. ഭാര്യയ്ക്ക് വേറെന്തൊക്കെയോ വിളിയും മെസ്സേജുകളും അങ്ങനെ വിളിച്ചു പറയുന്ന ഭർത്താക്കന്മാർ ധാരാളം ആളുകളുണ്ട്. അവരുടെ കാര്യം ആലോചിച്ച് ടെൻഷനാകുന്ന ഭർത്താക്കന്മാർ, മക്കളുടെ കാര്യം ആലോചിച്ച് ടെൻഷനാകുന്ന ഉമ്മമാര്, ഉപ്പമാര്. നമ്മളെപ്പോഴും ചിന്തിക്കാനുള്ളത്, ഓരോ ഉപ്പമാര്, ഓരോ രക്ഷിതാക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് എൻ്റെ മകളുടെ കാര്യം, എൻ്റെ മകൻ്റെ കാര്യം. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ധാരാളം വർഷക്കാലം ആർക്കോ വേണ്ടി അധ്വാനിച്ചു,
ഒരു ഉപ്പ എന്ന് പറയുന്നത് ധാരാളം വർഷക്കാലം ആർക്കോ വേണ്ടി അധ്വാനിച്ച് എല്ലാം റാഹത്തായി നാട്ടിലേക്ക്, എല്ലാം സമാധാനമായി കെട്ടണഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻക്ക് വേണ്ടി അവൻ ഒന്നും കരുതിയിട്ടുണ്ടായില്ല. അവൻക്ക് വേണ്ടി, സ്വന്തം നഫ്സിന് വേണ്ടി, സ്വന്തം തടിക്ക് വേണ്ടി അവൻ ഒന്നും കരുതിയിട്ടുണ്ടാകില്ല. മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിതം ചെലവഴിച്ച ആളുകൾ, ധാരാളം പ്രവാസികൾ, ടെൻഷനാകുന്ന ധാരാളം പ്രവാസികളുണ്ട്. ഞാൻ പ്രവാസികളുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ച് സമയങ്ങൾ കണ്ടെത്തി നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒന്നുമല്ലാതായി മാറുന്ന, ബാക്കി ടെൻഷൻ മാത്രം ബാക്കി നിൽക്കുന്ന ഓരോരോ യുവാക്കൾ, ഓരോരാളുകൾ. അള്ളാഹുവെ, ടെൻഷന് കൊടുക്കല്ല തമ്പുരാനെ, ജീവിതത്തിൽ ഫിഖറാക്കല്ല അല്ലാഹ്. സന്തോഷപൂർവം ജീവിച്ച് മക്കളും ഭാര്യയുമൊത്തും കുടുംബമൊത്തും ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹുവിന് തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്, തൗഫീക്ക് കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് ടെൻഷൻ ഇല്ലാത്ത ജീവിതം, റാഹത്തായ സന്തോഷമായ ജീവിതം. എന്ത് നല്ല റാഹത്തിൽ നമ്മൾ ജീവിച്ചവരായിരുന്നു, ഇപ്പം ടെൻഷന് മാത്രം ബാക്കിയാണ് തങ്ങളെ. ഓരോരുത്തർ പറയുന്നതാണ്, ഓരോരുത്തരെ വീട്ടിൽ വരുന്ന സമയത്ത് പറയുന്ന ഓരോ കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പം ടെൻഷനാണ് തങ്ങളെ, എല്ലാം പൊട്ടിച്ചാമ്പലായി, ബിസിനസ് തകർന്നു പോയി. ഇപ്പം ടെൻഷന് മാത്രമാണ്, ടെൻഷനാണ്. ആലോചിക്കുമ്പോൾ ടെൻഷനായിട്ട് ഓരോരുത്തർ പറയാറുണ്ട്, ഞാൻ ഹറാമിലേക്ക് വരെ ചിന്തിച്ചു പോകുന്നു തങ്ങളെ, ഞാൻ ഹറാമ് വരെ ചിന്തിച്ചു പോകുന്നു. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ഒരു ഹറാമിലേക്കും, ടെൻഷനായതിൻ്റെ പേരിൽ ഒരു ഹറാമിലേക്കും നിങ്ങൾ പോകരുത്. ഞാൻ എന്താണ് എന്ന് എണ്ണി പറയുന്നില്ല. ഒരു കാര്യത്തിലേക്കും, അള്ളാഹു നിഷേധിച്ച ഒരു കാര്യത്തിലേക്കും നിങ്ങൾ ടെൻഷനായതിൻ്റെ മേൽ ഇറങ്ങി തിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടെൻഷനാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ചൊല്ലിയത് കൊണ്ടാണ്, അവർ 100% ഉറപ്പ് പറഞ്ഞത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ അമൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ ഉള്ളൊരു ദിക്റും കൂടി, ഒരു അമലും കൂടി പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വീഡിയോ അവസാനിപ്പിക്കുന്നുള്ളൂ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. ഇൻഷാ അല്ലാഹ് നാളെ വിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസമാണ്. ഷഅബാൻ ഒന്നാണ്, ഷഅബാൻ രാവിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അള്ളാഹുവേ അമാലുകൾ ചെയ്ത് ധന്യമാക്കാൻ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ അല്ലാഹ് ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എന്താണ് അമല്? ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നു. എന്താണ് അമല്? അതിലേക്ക് കൂട്ടിക്കൊണ്ട് നിങ്ങളിത് ചൊല്ലണം. ഈ അമൽ ചൊല്ലണം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി വലാ ഖുവത ഇല്ലാ ബില്ലാ മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ അമൽ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണം, എഴുതി വെക്കുക. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചത് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഓരോ നിസ്കാരത്തിന് ശേഷം നിങ്ങളൊരു 3 പ്രാവശ്യം ഈ അമൽ ചെയ്യുക. ഏറ്റവും ശ്രേഷ്ഠത പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ചെല്ലുക. അതായത് സുബഹി നിസ്കാരത്തിന് ശേഷവും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഈ അമൽ മുറുകെ പിടിക്കുക. ഈ ദിക്ർ ഒരു 3 പ്രാവശ്യം ചൊല്ലി പിന്നെ നിങ്ങൾ ചൊല്ലേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഈ അമൽ ചെയ്തിട്ട് ധാരാളം ആളുകളുടെ ടെൻഷൻ മാറിപ്പോയി. ധാരാളം ആളുകളുടെ ടെൻഷന് തലയിൽ കയറ്റിവെച്ച ടെൻഷന് ഭാരങ്ങൾ ഇറക്കി വെച്ച ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞിരുന്നു, സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു തങ്ങളുടെ വീഡിയോ കാണാനിടയായി. എൻ്റെ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് വിളിച്ചു പറഞ്ഞ ആളുകൾ തങ്ങളെ വീഡിയോ കാണാനിടയായി, ഞങ്ങൾ ആ ദിക്ർ ചൊല്ലി ഇപ്പം മനസ്സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ധാരാളം ആളുകൾ ഇൻഷാ അല്ലാഹ് ആ ദിക്ർ കൊണ്ട്
ആർക്കൊക്കെയാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടിയത് അവർ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്, തങ്ങളെ ടെൻഷൻ മാറി, ഇപ്പം മനസ്സമാധാനമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് 100% നിങ്ങൾ ഈ ദിക്ർ, നിങ്ങൾ ഈ അമല് നിങ്ങൾ മുറുകെ പിടിക്കുക. ഞാൻ പറഞ്ഞതുപോലെ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ഒരു 3 പ്രാവശ്യം ഞാൻ ചൊല്ലിയ ദിക്ർ. രണ്ടാമത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ അമല്, രണ്ടും നിങ്ങൾ ചൊല്ലുക. അള്ളാഹു നമ്മുടെ ടെൻഷനുകൾ, പ്രയാസങ്ങൾ, വേവലാതികൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ടെൻഷനുകൾ എല്ലാം അള്ളാഹു ഇറക്കി തരുമാറാകട്ടെ. അള്ളാഹു എല്ലാ ടെൻഷനുകളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നീ കാക്കണേ തമ്പുരാനെ. ടെൻഷനുകൾ അള്ളാഹ് ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. ഞങ്ങളെ മക്കളെ കാര്യങ്ങൾ ആലോചിച്ച് ഒരു ടെൻഷൻ ഞങ്ങൾക്ക് നൽകല്ല അള്ളാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ധാരാളം പ്രയാസങ്ങൾ വന്ന് പറയുന്ന ആളുകളുണ്ട്, വീട്ടിലേക്ക് ചികിത്സാവശ്യാർത്ഥം വരുന്ന ആളുകളുണ്ട്. അവർക്ക് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ്. എന്ത് പ്രയാസമുണ്ടോ, എന്ത് പ്രശ്നമുണ്ടോ, എന്ത് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രയാസം, എന്ത് ടെൻഷനുകളാണോ നിങ്ങൾക്കുള്ളത്, എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് വിളിക്കാം. ഈ നമ്പറിൽ ഏത് സമയത്തും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിളിക്കാം. ഒഴിവിനനുസരിച്ച് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യും. അതിലൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസവും ഇല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടും അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് അള്ളാഹു നീ അകറ്റി തരണേ അള്ളാഹ്, നീ അകറ്റി തരണേ തമ്പുരാനെ. അള്ളാഹുവെ പ്രയാസങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. അള്ളാഹുവെ ബുദ്ധിമുട്ട് നൽകല്ല തമ്പുരാനെ. മക്കളുമൊത്ത് കുടുംബമൊത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കുടുംബമാക്കണേ അള്ളാഹ്, കുടുംബമാക്കണേ അള്ളാഹ്, കുടുംബമാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഭർത്താവിൻ്റെ കാര്യം മോശമാണ് തങ്ങളെ. ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ ജോലിയിൽ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവെ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അള്ളാഹുവെ റാഹത്തുള്ള കുടുംബജീവിതം അവർക്ക് നയിക്കാൻ അള്ളാഹു തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്, തൗഫീക്ക് കൊടുക്കണേ തമ്പുരാനെ. ഭർത്താക്കന്മാരുടെ ജോലിയിൽ അള്ളാഹു അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങളോ മാനസികമായ വിഭ്രാന്തികളോ മാനസിക പിരിമുറുക്കങ്ങളോ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്, നൽകല്ല തമ്പുരാനെ. ടെൻഷനായി ആലോചിച്ച് ടെൻഷനായി മാനസിക രോഗിയാക്കല്ല അല്ലാഹ്, രോഗിയാക്കല്ല തമ്പുരാനെ. ഞങ്ങളെ മാനസിക രോഗിയാക്കല്ല തമ്പുരാനെ. ഈ ദിക്ർ ചൊല്ലിക്കോ. എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും ഈ ദിക്ർ കൊണ്ട് പടച്ച റബ്ബ് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകും. ധാരാളം ആളുകൾ വിളിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈ ദിക്ർ ചൊല്ലിക്കോ. ഈ ദിക്റിലൊരു ശമനം അള്ളാഹു നിങ്ങൾക്ക് തരും. ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് മക്കളുടെ കല്യാണക്കാര്യം ശരിയാവാത്തവർ, മക്കളുടെ ജോലി കാര്യങ്ങൾ ശരിയാവാത്തവർ, ചികിത്സ ആവശ്യം വരുന്ന ആളുകളുണ്ട്. സിഹിർ, പൈശാചികമായ ഉപദ്രവങ്ങൾ, എന്ത് പ്രയാസമാണോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇൻഷാ അല്ലാഹ് ഏത് സമയത്തും നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതിനനുസരിച്ച് ഒഴിവിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് വിളിക്കും. ഈ വിളിച്ചവർക്കറിയാം, എനിക്ക് ബന്ധപ്പെട്ടവർക്കറിയാം, എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ ബിസി ആയിരിക്കുന്ന സമയത്ത് തിരിച്ചു വിളിക്കാറുണ്ട്. കാരണം എനിക്ക് വിളിച്ചൊരാൾ ഒരിക്കലും വെറുതെ ആവരുത്. തങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, തങ്ങൾ വീഡിയോയിൽ പറഞ്ഞല്ലോ വിളിച്ചോളി, ഒരു പ്രയാസമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, പിന്നെ തങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് തിരിച്ചു വിളിക്കുന്നത്. ആരും അങ്ങനെ ആലോചിക്കരുത്. ഞാൻ ആരും പറ്റിക്കപ്പെടരുത്. ഒരു കാര്യത്തിനും നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഇൻഷാ അല്ലാഹ് ഇസ്മാഇന്റെ പ്രയാസങ്ങളിൽ ധാരാളം വഞ്ചിക്കപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ ആരെയും നീ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിൽ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ. ആരും പോയി വഞ്ചിതരാവരുത് എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ധാരാളം ആളുകൾ വന്ന് പറയുന്നതാണ്, തങ്ങളെ ആ സ്ഥലത്ത് പോയി ഈ സ്ഥലത്ത് പോയി, ഞാനൊന്നും വിശദമായി പറയുന്നില്ല, അങ്ങനെ ഞാൻ പറ്റിക്കപ്പെട്ട് തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ആരും വഞ്ചിക്കപ്പെടരുത്. എല്ലാം കാര്യങ്ങളും നോക്കി കൈകാര്യം ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് ഒഴിവിനനുസരിച്ച് എനിക്ക് പരിപാടികളൊന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഓരോ ശഅബാൻ മാസത്തിലെ ഓരോ മജ്ലിസ് ലൈവ് അല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ലൈവിനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ലൈവ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ലൈവ് അല്ലെങ്കിലും ഓരോ വീഡിയോ ചെയ്ത് നമ്മൾ ദിക്റുകൾ പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹുവിനെ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാഹു, ഉയർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും.